ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനൈറ്റ്സ് വ്ലോഗ്. പിന്നൊരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യേണ്ട, അതായത് ഞാൻ ചെയ്യുന്ന മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ മോയ്സ്ചറൈസറാണ് ഇട്ടിരിക്കുന്നത്. ഒരു ലാക്മേൻ്റെ മോയ്സ്ചറൈസറാണ്. നമുക്ക് ആദ്യം ഇത് ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് എടുത്തേണ്ട മോയ്സ്ചറൈസർ മുഖത്തിട്ട് കൊടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സാധാരണ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കാറ്, പക്ഷേ അത് കഴിഞ്ഞു പോയി. ഇതും നല്ലതാണ് കേട്ടോ, രണ്ടും നല്ലതാണ്. അതിന് ഇതിട്ടെടുക്കണ്ടേ. ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. ആയിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. ഇടുമ്പോൾ ഒരു ഗ്ലോ വരുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു ഫങ്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഞാൻ സാധാരണ അങ്ങനെ മേക്കപ്പ് ചെയ്യാറൊന്നുമില്ല. സാധാരണ ഒരു സൺക്രീം, ഐലൈനർ, ലിപ്സ്റ്റിക്, അത്രയേ ഉള്ളൂ. മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ സൺസ്ക്രീൻ ഇട്ടെടുക്കാം. ലാക്മേൻ്റെ തന്നെ ഒരു ടിൻറ്റ് ഹിൻറ്റ് പറഞ്ഞൊരു എക്സ്പെർട്ട് 50p++ ഉണ്ട്. നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അടുത്തത് കുറച്ച് സൺസ്ക്രീൻ എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുക്കാം കേട്ടോ. അപ്ലൈ ചെയ്തെടുക്കാൻ നോക്കി. അപ്ലൈ ചെയ്തെടുക്കാം. നമ്മൾ എന്തിടാണെങ്കിലും അത് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ കളറായി എന്നൊക്കെ വരും. ഫേസ് പാക്കൊക്കെ ഇടാണെങ്കിലും നമ്മൾ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ കഴുത്തിലിടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റിൻ്റെ മുഖമൊരു കളർ, കഴുത്തൊരു കളറായി മാറി. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം സൺസ്ക്രീൻ. നമുക്കൊരു ലിപ് ബാം ഇട്ടെടുക്കാം. ഇതൊരു ഡാസ്ലർ ലിപ് ബാമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇടട്ടെ. എനിക്ക് വലിയ അടങ്ങറാണ്ടെന്ന് അറിയണ്ട ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. ഒന്ന് ക്ഷമിക്കണം കേട്ടോ, ഈ സൗണ്ടൊക്കെ എന്തെങ്കിലും മൈക്കില്ലാത്തതുകൊണ്ടാണ്. ലിപ് ബാം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ലാക്മേൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. വിറ്റമിൻ സി ഒക്കെ ഉള്ളൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇത് എൻ്റെ ഏകദേശം എൻ്റെ ഒരു കളറാണ്, കറക്റ്റിൻ്റെ കളറാണ് പറയാൻ പറ്റില്ല. നമുക്ക് ഇട്ടെടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കൈയും വെച്ച് തന്നെയാണ് കേട്ടോ ഇതാക്കുന്നത്. എനിക്കെന്തോ എന്തൊക്കെ ഉണ്ടെങ്കിലും കൈയും വെച്ചൊക്കെയാലും ഒരു തൃപ്തി ഉണ്ടാവും. ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടില്ല, ഈ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട്. ക്യാമറയിൽ അത്ര അറിയണില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല കവറായിട്ടുണ്ട്. നേരിട്ട് നമുക്ക് കവറായിട്ടുണ്ട്. മഞ്ച് ചേർക്കാം. അങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ പാട്ടുകളൊക്കെ വരും. ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കവറായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകണം. എനിക്ക് നന്നായിട്ട് ഐബ്രോ ഉണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഐബ്രോസ് ജസ്റ്റ് ആയി കൊടുക്കാനുള്ളൂ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് നിറയെ ഐബ്രോസ് ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു മനസ്സുഖം ചെറുതായിട്ട് നടുക്കെടുത്തുണ്ട്.
ഐഷാഡ് ഇട്ട് കൊടുക്കണം. പിന്നെ ഐഷാഡ് പാലറ്റിൽ നിന്ന് ഒരു എൻ്റെ ഡ്രസ്സിൻ്റെ കളറായിട്ടുള്ളൊരു കളറിനുള്ളൊരു ഇതായിരുന്നു ഈ കളർ ഇതേപോലത്തെ ഒരു ഏകദേശം എന്താ ഈ 2 കളർ അങ്ങനത്തെ ഒരു കളറൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനൊരു ഇതിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സിന് മാച്ചാവുന്ന കളർ. എൻ്റെ ഡ്രസ്സ് വന്നിട്ട് നമ്മുടെ ഒരു വയലറ്റ് കളർ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. പേർപ്പിളൊക്കെ പോലെ വയലറ്റ് കളർ ഡ്രസ്സാണ്. അതിന് മാച്ചാവുന്ന പോലത്തെ ഐഷാഡിനായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഫോണിലൊക്കെ അറിയുന്നില്ല പക്ഷെ നേരിട്ട് നന്നായിട്ട് ഡാർക്ക് കൊടുക്കും. എനിക്ക് ബ്രഷൊന്നും ആവശ്യമില്ല. ബ്രഷ് ഉണ്ട് പക്ഷെ വാങ്ങി വെച്ചെന്നേ ഉള്ളൂ. അതൊന്നും എനിക്കെന്തോ മീൻസുണ്ടെങ്കിലും കയ്യും വെച്ചിരുന്നൊരു കാക്ക എന്തുവാ നന്നായിട്ട് കാക്കിക്ക് വന്ന് കത്തുന്നു. എന്താ ചെയ്യുക? എന്താണെന്നറിയാം, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇതേ കത്ത് വരാൻ പറ്റുള്ളൂ. ഇത്രയും നേരം വന്നിട്ടേ ഉണ്ടാവില്ല. ചൂടിയാണ് ചവം മേലത്തൊരൈലിനർ. ഞാൻ ഈ ഒരു ഐലൈനറാണ് എടുക്കുന്നത്. ഇതൊരു വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. ഞാനിതാണിപ്പോൾ കുറച്ചായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊക്കെ എടുക്കാം. എനിക്ക് ഫോൺ നോക്കി എഴുതാൻ കിട്ടും തോന്നുന്നില്ല ഐലൈനർ. ഞാൻ ഒരു കണ്ണിൽ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. നോക്കി ഒരു കണ്ണിൽ അതിനകത്ത് ഇങ്ങനെ എഴുതുന്നുള്ളൂ. ഇതാണെങ്കിൽ മേലെയും താഴെയും ഇടാം. നിങ്ങൾ സാധാരണ ഇങ്ങനെ ഐലൈനർ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് ഇപ്പോഴത്തെ കണ്ണിലും കൂടി ഇട്ട് കൊടുക്കാം. അതും ഞാൻ ഓഫ് ക്യാമറയിൽ പോയിട്ട് ഇട്ട് വരാം കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ കണ്ണിലിട്ടിട്ട് വരാം. ഞാൻ 2 കണ്ണിൽ ഐലൈനർ ഇട്ടിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടു. അതേപോലെ ഇടാൻ 2 കണ്ണിലും അതും കുഴപ്പമില്ല. നമ്മൾ ഇട്ടിരുന്നു. നമ്മൾ ഈ ഐലൈനർ ഇടുന്നതല്ല കഷ്ടം, അതിന് ഒരേപോലെ ഇടാനാണ് കഷ്ടം. ഇപ്പോൾ വെൻസ് ഞാൻ മസ്കാര ഒന്നും അങ്ങനെ ഇടണില്ല. എനിക്ക് നന്നായിട്ട് ഐലാഷസ് ഒക്കെ ഉണ്ട്. അവിടെ ഞാൻ മസ്കാര ഒന്നും ഇടണില്ല കേട്ടോ. പുള്ളിക്കാൻ വന്നല്ലേ അടുക്കളിക്കാൻ വന്നല്ലേ നമ്മ സ്വന്തം മനസ്സില്ല. നമുക്ക് അടുത്ത് ലിപ്സ്റ്റിക്ക് ഇടാം. അതിനായിട്ട് ഞാനൊരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഷെയ്ഡ് കാണാനില്ല. അതേപോലെ പറഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി തറച്ചു. നമുക്ക് ഇട്ടെടുക്കാം. അതും നല്ല ഷെയ്ഡ് തന്നെ. അതിന് കുറച്ചും കൂടി ഇഷ്ടം അതായിരുന്നു. മതിയില്ലേ? ക്യാമറയിൽ കാണുമ്പോൾ ഒരു ഇതില്ല, നേരിട്ട് കാണുമ്പോൾ ഭംഗിയുണ്ട്. ലിപ്സ്റ്റിക്ക് പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക്കും ഐഷാഡോ ഒക്കെ വേറെ കളറായിട്ടാണ് ഇതിലേക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. മുടി നിങ്ങൾക്ക് വേണ്ട പോലെ കെട്ടിക്കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കത്താൻ മുടിയൊന്നും കെട്ടിക്കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട പോലെ മുടിയൊക്കെ കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ എങ്ങനെയുണ്ട്? ചന്തമില്ലേ? എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്. റെഡി ആയിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ തന്നെ എന്നെ ചന്ത നോക്കി ആസ്വദിച്ച് കൊണ്ടുവെക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.